അയ്യോ! ഗൂഗിൾ പേ നമ്പർ മാറിപ്പോയല്ലോ. ഇങ്ങനൊരു അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? അതായത് നിങ്ങൾ ഗൂഗിൾ പേയോ ഫോൺ പേയോ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഒരു നമ്പറോ 2 നമ്പറോ മാറി അല്ലെങ്കിൽ കോൺടാക്ട് മാറി ആൾക്കാർക്ക് പൈസ അയക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? അക്കൗണ്ടിലോട്ട് കാശ് നഷ്ടപ്പെടുകയും നമ്മൾ തിരിച്ച് ആ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുകയും അവർ തിരിച്ച് തരാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നഷ്ടപ്പെട്ട കാശ് എങ്ങനെയാണ് നമ്മൾ തിരിച്ച് വീണ്ടെടുക്കുക? ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ നമുക്ക് 3 ടെക്നിക്സ് ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് ടെക്നിക് എന്ന് പറഞ്ഞാൽ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അതിൽ UPI ട്രാൻസാക്ഷൻ സെർച്ച് ചെയ്യുക. ട്രാൻസ്ഫർ ടു ഇൻകറക്റ്റ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അങ്ങനെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. സെക്കൻഡ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് വിസിറ്റ് ചെയ്ത് അവിടെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. അതായത് ഇൻകറക്റ്റ്ലി നിങ്ങൾ വേറൊരു അക്കൗണ്ടിലോട്ട് UPI ട്രാൻസാക്ഷൻ വഴി ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞു. ആ ഒരു ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ ക്യാഷ് തിരിച്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ RBIയുടെ വെബ്സൈറ്റിൽ RBI.org.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. ഈ 3 ടെക്നിക്സ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് തിരിച്ചു വരും. ഇനി ഇതുപോലുള്ള സ്ഥിരമായിട്ട് ഇങ്ങനെ UPI ട്രാൻസാക്ഷനിൽ മിസ്റ്റേക്ക് വരുത്തുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ്